സുഭദ്ര വധക്കേസ് പ്രതികളെ 8 ദിവസം കസ്റ്റഡിയിൽ വിട്ടു. കോടതി വളപ്പിൽ നാടകീയ രംഗങ്ങൾ. മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ശർമിള. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വിശദീകരണം. അമ്മ പറഞ്ഞോണ്ടായിരുന്നു നല്ലതിയൊക്കെ കുറെ സമയം രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, കസ്റ്റഡിയിൽ എത്ര ദിവസത്തേക്കാണ് വിട്ടിരിക്കുന്നത്? എന്താണ് ശർമിള കരഞ്ഞുകൊണ്ട് പറയുന്നത്? അവരെ ഇപ്പോൾ എങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്? കോടതി വരാന്തയിലും കോടതിക്കകത്തും വളരെ സന്തോഷത്തോടെയും മാത്യൂസുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശർമിള പുറത്തേക്ക് പോലീസ് കൊണ്ടുവന്നപ്പോഴാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ട നാടകീയമായ രംഗങ്ങളുണ്ടായത്. ശർമിള മാധ്യമങ്ങളെ കണ്ടപ്പോൾ, ക്യാമറ കണ്ടപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു. എന്ന് മാത്രവുമല്ല, ഞാൻ എൻ്റെ അമ്മയെ കൊല്ലില്ല എന്നൊക്കെ പറയുന്നുമുണ്ടായിരുന്നു. അല്പസമയത്തിനകം പ്രതികളെ ഇവിടെ കോർത്തുശ്ശേരിയിലെത്തിക്കും. ആ പ്രതികളെ കാണാൻ വേണ്ടിയാണ് നാട്ടുകാരടക്കം ഇവിടെ കൂടിയിരിക്കുന്നത്. സുഭദ്രയെ കൊന്നു കുഴിച്ചു മൂടിയ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്ത ശേഷമായിരിക്കും ഇവരെ ഉടുപ്പിയിലേക്ക് കൊണ്ടുപോകും. ഉടുപ്പിയിലാണ് ഇവർ ഒളിവിൽ കഴിഞ്ഞതും. ഒപ്പം തന്നെ സുഭദ്രയുടെ ചില ആഭരണങ്ങൾ അവിടുത്തെ ജ്വല്ലറിയിൽ വിറ്റിരുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. ഉടുപ്പിയിൽ പോയതിനു ശേഷം ആലപ്പുഴ അടക്കമുള്ള ജ്വല്ലറികൾ 5 സ്ഥലത്തായിട്ടാണ് സ്വർണം വിറ്റത്. അവിടെ എല്ലാം കൊണ്ടുവന്ന് തെളിവെടുക്കും. ഒപ്പം തന്നെ എറണാകുളത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന സ്ഥലത്തും പ്രതികളെ എത്തിക്കേണ്ടതുണ്ട്. 3 പേരാണ് കേസിൽ അറസ്റ്റിലായത്. അതിൽ 2 പേരെ, സുഭദ്ര വധക്കേസിൽ മൊത്തം 3 പേരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. അതിൽ 2 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ 2 പേരെയും 8 ദിവസം വീതം വിട്ടു നൽകിയിട്ടുമുണ്ട്. എറണാകുളം സ്വദേശിയായ സുഭദ്രയെ ഓഗസ്റ്റ് മാസം ആദ്യമാണ് കാണാതാകുന്നത്. പിന്നീട് മകൻ പോലീസിൽ പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മാത്യൂസിലേക്കും ഒപ്പം തന്നെ ശർമിളയിലേക്കും അന്വേഷണം എത്തുന്നത്. പ്രതികൾ നൽകിയ മൊഴിപ്രകാരമാണെങ്കിൽ സ്വർണത്തിന് വേണ്ടിയാണ് കൊന്നത്. സുഭദ്രയും ശർമിളയും തമ്മിൽ വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്, സാമ്പത്തിക ഇടപാടുകളുണ്ട്. ആ ഇടപാടുകൾക്കൊക്കെ പണം വാങ്ങിയിരുന്നു. ഒപ്പം തന്നെ സുഭദ്രയുടെ സ്വർണം, പക്കലുള്ള സ്വർണം കൈക്കലാക്കാൻ വേണ്ടിയാണ് കൊന്നതെന്നാണ് മൊഴി. ഇതിനുവേണ്ടി ഇവരെ മയക്കിക്കിടത്തിയിരുന്നു എന്ന് മാത്രവുമല്ല, ഈ സ്വർണം തട്ടിയെടുത്തെന്നറിയാതിരിക്കാൻ വേണ്ടി സുഭദ്രയുടെ കയ്യിൽ വരവിൻ്റെ വള അടക്കം ഇട്ടിരുന്നു. പക്ഷേ മയക്കത്തിനിടയിൽ സുഭദ്ര എഴുന്നേൽക്കുകയും സ്വർണം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുകയും പോലീസിൽ പരാതി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് കഴുത്തിൽ ഷാളുകൊണ്ട് ശ്വാസം മുട്ടിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതെന്നുള്ളതാണ് പ്രതികളുടെ മൊഴി. നാടകീയമായ സംഭവങ്ങളാണ് കോടതി വളപ്പിൽ കണ്ടത്. കേസിലെ പ്രധാനപ്പെട്ട പ്രതി ശർമിള പൊട്ടിക്കരയുന്ന മാധ്യമങ്ങളോട് താൻ നിരപരാധിയാണെന്ന് പൊട്ടിക്കരഞ്ഞ് പറയുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരിക്കൽ കൂടി അതിലേക്ക്. എന്റെ അമ്മ പറഞ്ഞോണ്ടായിരുന്നു നല്ലതിയൊക്കെ കുറെ സമയം
ഒരു കെട്ടും കെട്ടിയിട്ടില്ല. ലൈഫിൽ പിന്നെ ആരാ ഇത് ചെയ്തത്? അവൻ